ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ സൂരജ് കോടിയേരി. അപ്പോൾ നമ്മൾ ഇന്ന് ജോഗ്രഫിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം പഠിക്കാനാണ് പോകുന്നത്. ഇതെന്താണെന്ന് പല ആൾക്കാർക്കും അറിയാറില്ല. അതായത് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലേക്കാണ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്, അവസാനമായിട്ട് വന്ന 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്, ഇങ്ങനെ തുടങ്ങി എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ബയോസ്ഫിയർ റിസർവ് എന്നത്. എന്താണ് ബയോസ്ഫിയർ റിസർവ്, യുനെസ്കോ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോസ്ഫിയർ റിസർവ്? ഇതിനൊരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. എന്ന് വെച്ചാൽ ഹിസ്റ്ററി വലിയ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളാണ്. അതായത് 1971 ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് യുനെസ്കോ അവതരിപ്പിക്കുന്നത്. ഓക്കെ, യുനെസ്കോ എന്ന് പറയുന്നത് ലോകത്തിലുള്ള പല രാജ്യങ്ങളും ചേർന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അടിയിൽ വരുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ യുനെസ്കോ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, പൈതൃക പട്ടിക, ഹെറിറ്റേജ് സൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ യുനെസ്കോയുടെ പല പ്രോഗ്രാംസുകളാണ്. അപ്പോൾ 1971 ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് നമ്മുടെ യുനെസ്കോ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അത്രയും നാളും നമുക്ക് ദേശീയോദ്യാനവും വന്യജീവി സങ്കേതങ്ങളൊക്കെ ഉണ്ട്. ഈ ദേശീയോദ്യാനത്തിലാണെങ്കിലും വന്യജീവി സങ്കേതത്തിലാണെങ്കിലും നമ്മൾ സംരക്ഷിക്കുന്നത് വനത്തെയും വന്യജീവികളെയൊക്കെയാണ്. അതായത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷെ വനങ്ങളും വന്യജീവികളും അല്ലാതെ, സസ്യങ്ങളും വന്യജീവികളും അല്ലാതെ ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട് എന്ന് യുനെസ്കോ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആദിവാസി ഗോത്ര വിഭാഗക്കാരുണ്ട്, അല്ലെ? ട്രൈബൽ സെറ്റിൽമെന്റ്സുകളും നമുക്ക് ഈ വനത്തിനുള്ളിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ഗോത്ര വിഭാഗക്കാർക്ക് ഒരുപാട് സംസ്കാരം, അവരുടേതായ കൾച്ചർ, ട്രഡീഷൻസ് അഥവാ സംസ്കാരം, പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, നോളജ്, ഇപ്പോൾ ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെയുള്ള നോളജ്, ഫോറസ്റ്റിനെ കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ട, അതായത് ഗോത്ര വിഭാഗക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് കൾച്ചറും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും ഉണ്ടെന്ന് യുനെസ്കോ പറഞ്ഞു. അതും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ കടമയാണെന്ന് യുനെസ്കോ ഇത് പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി. അപ്പോൾ വനവും വന്യജീവികളും മാത്രം സംരക്ഷിച്ചാൽ പോരാ, ആദിവാസി വിഭാഗക്കാരെയും സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സംഘടനയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. 1971 യുനെസ്കോ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ യുനെസ്കോ പറഞ്ഞ ആ കോൺസെപ്റ്റിന്റെ പേര്, മുന്നോട്ട് വെച്ച കോൺസെപ്റ്റിന്റെ പേര് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പേര് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്നായിരുന്നു. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ മനുഷ്യനെയും കൂടി സംരക്ഷിക്കണം എന്ന് വെച്ചാൽ ഗോത്ര വിഭാഗക്കാര്, വനത്തിലെ മനുഷ്യരെയും കൂടി സംരക്ഷിക്കണം എന്ന് നമുക്ക് ടൈറ്റിലിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണ് ഇതിന്റെ പേര്. 1971 ഇത് ആരംഭിച്ചത് ആരാ? യുനെസ്കോയാണ്. അപ്പൊ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് MAB പ്രോഗ്രാമിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. ഇനി എപ്പോഴാണ് ആരംഭിച്ചതെന്ന് ചോദിക്കാറുണ്ട്. 1971 ആരാണ് ആരംഭിച്ചതെന്ന് ചോദിക്കാറുണ്ട്. യുനെസ്കോ ആണ് ആരംഭിച്ചത്. ഇനി എന്താണ് ഇതിന്റെ ലക്ഷ്യം? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് വെച്ചാൽ ജീവികളെ, വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനത്തെ മോശമാക്കിക്കൊണ്ടുള്ള വികസനമല്ല, സുസ്ഥിരമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മലയാളം പാട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജൈവവൈവിധ്യ സംരക്ഷണവും അതുപോലെ സുസ്ഥിര വികസനവുമാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സംരക്ഷണത്തിലും വികസനത്തിലും തദ്ദേശീയവാസികളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, ഉറപ്പുവരുത്തുക എന്നുള്ളത് യുനെസ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ 12 സൈറ്റ്സ് എന്നുള്ളത് ഞാനൊന്ന് മാറ്റുവാണ്. 12 അല്ല, ഈ കഴിഞ്ഞ മാസം ഒരു സൈറ്റ് കൂടി വന്നു. ഇപ്പോൾ 13 സൈറ്റുകളാണ് MAB ലിസ്റ്റിൽ വരുന്നത്. 13 മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ 13 സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് MAB ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ പറഞ്ഞ ബയോസ്ഫിയർ റിസർവിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക്, 13 ഇവിടെയും ഞാൻ എഴുതിയിട്ടുണ്ട്, 13 സൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം അനുസരിച്ച് ബയോസ്ഫിയർ റിസർവുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ബയോസ്ഫിയർ റിസർവുകൾ വർക്ക് ചെയ്യുന്നത് എന്ന് ഞാനിത് ഇവിടെ പറഞ്ഞുതരാം.
അതായത് ഒരു ബയോസ്ഫിയർ റിസർവിന് നമുക്ക് പ്രധാനമായിട്ടും 3 ഏരിയകൾ ഉണ്ടാവും. കോർ ഏരിയ ഉണ്ടാവും, ബഫർ സോൺ ഉണ്ടാവും, ട്രാൻസിഷൻ സോൺ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് ഇതെങ്കിൽ ആ ബയോസ്ഫിയർ റിസർവിന് ഒരു കോർ ഏരിയ ഉണ്ടാവും. ഇതാണ് കോർ ഏരിയ. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കുന്ന സ്ഥലമാണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റിയും മറ്റ് കാര്യങ്ങൾ, വനവും വന്യജീവികളൊക്കെ കൂടുതലും കാണുന്നത് ഇവിടെയായിരിക്കും. ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ജീവിവർഗങ്ങളൊക്കെ ഇവിടെയായിരിക്കും കാണുന്നത്. ഇതിന് ചുറ്റുമുള്ള കോർ ഏരിയക്ക് കൂടുതൽ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നൽകിയ ഈ ഒരു സ്ഥലത്തെയാണ് നമ്മൾ ബഫർ സോൺ എന്ന് പറയുന്നത്. പേര് തന്നെയുണ്ട് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു മതിൽ പോലെ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോർ ഏരിയക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയയും സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ഇനി ഇതിന് ചുറ്റുമായിട്ട് മറ്റൊരു ഏരിയ കൂടി കാണാം. ഓക്കെ, എന്ന് വെച്ചാൽ കോർ ഏരിയയും ബഫർ സോണിനെയും കൂടി കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ഏരിയ ആണ് ട്രാൻസിഷൻ സോൺ. ഇങ്ങനെ 3 സോണുകളായിട്ടാണ് ബയോസ്ഫിയർ റിസർവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടുവാ സങ്കേതത്തിനും നമുക്കിങ്ങനെ സോണേഷൻ കാണാൻ പറ്റും, പക്ഷെ അതിൽ കോർ ഏരിയയും ബഫർ സോണും മാത്രമേ ഉള്ളൂ. പക്ഷെ ബയോസ്ഫിയർ റിസർവിന് 3 ഏരിയകളുണ്ട്: കോർ ഏരിയ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നതിന് നമുക്ക് നോക്കാം. കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ജൈവവൈവിധ്യത്തിനും ഗവേഷണത്തിനും കർശനമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. മനുഷ്യ പ്രവർത്തനങ്ങളൊന്നും തന്നെ കോർ ഏരിയയിൽ അനുവദീയമല്ല. അപ്പോൾ ഈ കോർ ഏരിയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്, വേറെ ഒരു പരിപാടിയും നടക്കില്ല. ബഫർ സോണിൽ ഗവേഷണവും വിദ്യാഭ്യാസം, എക്കോ ടൂറിസം തുടങ്ങിയ പരിപാടികളൊക്കെ പരിമിതമായ മനുഷ്യ പ്രവർത്തനങ്ങൾ നടത്താം. എന്ന് വെച്ചാൽ മനുഷ്യന് എന്തും ചെയ്യാനല്ല, ഗവേഷണം നടത്താം, റിസർച്ചുകൾ, കാര്യങ്ങൾ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ വരാം. എക്കോ ടൂറിസം പ്രോഗ്രാംസുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നടത്താം, കുഴപ്പമില്ല. ഇനി ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത് മനുഷ്യനുമായി ഇടപഴകുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ കൃഷി, കുടിയേറ്റം, വികസനം തുടങ്ങിയ, വികസനം എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാന്നല്ല, സുസ്ഥിരമായ വികസനവും സുസ്ഥിരമായ കാർഷിക വികസനവുമായി നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ രീതിയിലുള്ള ഒരു മെക്കനൈസ്ഡ് ആയിട്ടുള്ള വികസനമോ മെക്കനൈസ്ഡ് ആയിട്ടുള്ള കൃഷിയോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ 3 സോണേഷനായിട്ട് നമ്മൾ ബയോസ്ഫിയർ റിസർവിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇംഗ്ലീഷിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ഇതും വായിച്ചു നോക്കാം. ഓക്കെ, യെസ്. ഇനി ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകളുണ്ട്? ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. എത്ര എണ്ണം? 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. പക്ഷെ നിങ്ങളൊന്ന് കാര്യം ആലോചിക്കണം, 18 ബയോസ്ഫിയർ റിസർവുകൾ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും, ഇന്ത്യ ഗവൺമെന്റ് 18 എണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ 18നും യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. ഈ 18ൽ 13 എണ്ണത്തിന് മാത്രമേ യുനെസ്കോ റെക്കഗ്നീഷൻ അഥവാ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം മറക്കരുത്. 18 എണ്ണമാണ് ബയോസ്ഫിയർ റിസർവുകളുള്ളത്. എത്ര എണ്ണം ഉണ്ട് എന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, 18 എണ്ണമാണ്. പക്ഷെ 18നും യുനെസ്കോയുടെ റെക്കഗ്നീഷൻ അംഗീകാരം ലഭിച്ചിട്ടില്ല. 13 എണ്ണത്തിനെ റെക്കഗ്നീഷൻ ലഭിച്ചിട്ടുള്ളൂ. റീസെന്റ് ആയിട്ട് ലഭിച്ചത് 13ാമത്തതും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ 18 എണ്ണം ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമുക്ക് തെക്ക് ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം, കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. കേരളത്തിൽ 2 എണ്ണം ഉണ്ട്, ഒന്ന് നീലഗിരിയും 2 അഗസ്ത്യമലയും. പിന്നെ തമിഴ്നാട്ടിൽ നമുക്കൊന്ന് കാണാം, ഗൾഫ് ഓഫ് മാന്നാർ ഉൾക്കടൽ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഉൾക്കടലാണ്. ഇനി 4ാമത്തത് നമുക്ക് ആന്ധ്രയിലാണ്. ആന്ധ്രയിൽ ശേഷാചലമാണ്. ഓർഡറിലല്ല നമ്മൾ പറയുന്നത്, നമ്മൾ സൗത്ത് എന്ന് പറയുകയാണ്. അതേസമയം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിൽ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് കാണാൻ പറ്റും. ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. സിമിലിപ്പാൽ ഒഡീഷയിലാണ്. സിമിലിപ്പാൽ വളരെ ഫേമസ് ആണ്. PSCയും ഈ പറഞ്ഞ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സുന്ദർബൻസും നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമായ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്, ഇതും നമ്മുടെ ഈ ഒരു യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവിന്റെ ലിസ്റ്റിൽ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മധ്യപ്രദേശിൽ നമുക്ക് 3 പേരെ കാണാം. ഒന്ന് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബോർഡറിലാണ്. അച്ചാനക്മർ അമർഖണ്ഡക് എന്നാണ് ഇതിന്റെ പേര്. അച്ചാനക്മർ
അമർകണ്ടക് എന്നാണ് ഇതിന്റെ പേര്. ഇതല്ലാതെ മധ്യപ്രദേശിൽ വീണ്ടും രണ്ടുപേരെ കാണാം. ഒന്ന് പന്നയാണ്, രണ്ട് പച്മറിയാണ്. പച്മറി സത്പുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്പുരയുടെ റാണി, ക്വീൻ ഓഫ് സത്പുര എന്നൊക്കെ അറിയപ്പെടുന്ന പച്മറി. ഇനി പന്ന എന്ന് പറയുമ്പോൾ വജ്രഖനിയുള്ള, വേറെ എവിടെയും ഇന്ത്യയിൽ വജ്രഖനിയില്ല, ഡയമണ്ട് മൈനുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലമായ പന്ന, ഇതും ഒരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെയുള്ളത് ഗുജറാത്തിലെ കച്ചാണ്. നമ്മുടെ ലവണ മരുഭൂമിയായ റാൻ ഓഫ് കച്ച് ഒക്കെ വരുന്ന സ്ഥലം കച്ച്. ഓക്കെ, ഇനി നമ്മൾ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കോൾഡ് ഡെസേർട്ട്, 13ാമതായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയത് കോൾഡ് ഡെസേർട്ടിനാണ്, മറക്കരുത്. പിന്നെ ഉത്തരാഖണ്ഡിലെ നന്ദാദേവി കൊടുമുടിയൊക്കെ ഉൾപ്പെടുന്ന നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്, പിന്നെ സിക്കിമിലെ കാഞ്ചൻജംഗ കൊടുമുടി, ലോകത്തിലെ ഏറ്റവും ഉയരം 3ാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ കൊടുമുടിയൊക്കെ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ്. പിന്നെയുള്ളത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരാണ്. ഒന്ന് ആസാമിലെ ദിബ്രു സൈക്കോവ, പിന്നെ ആസാമിൽ തന്നെയുള്ള മാനസ്, മേഘാലയയിലുള്ള നോക്രക് ബയോസ്ഫിയർ റിസർവ്, പിന്നെ നമുക്ക് അരുണാചൽ പ്രദേശിലെ ദിഹാങ് ദിബാങ്, അതായത് അരുണാചൽ പ്രദേശിലെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ ആ ഒരു പേരാണ് ദിഹാങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ട ദിഹാങ് ദിബാങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബയോസ്ഫിയർ റിസർവ്. നമ്മുടെ 18 ബയോസ്ഫിയർ റിസർവ് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച 18 നിങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നില്ലേ, 18 ടോട്ടൽ ഉണ്ട്. അതിൽ 13 ഇതിൽ ചിലത് 13 മാത്രമേ യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് പറയാണ്. ഇതിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് കച്ചാണ്. കച്ച് ബയോസ്ഫിയർ റിസർവ് ആണ്. ശരിക്കും കച്ച് ബയോസ്ഫിയർ റിസർവിന് പുതുതായിട്ട് വേറൊരു പേര് ഇട്ടിട്ടുണ്ട്, ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്, അല്ലെങ്കിൽ കച്ച് ബയോസ്ഫിയർ റിസർവ് എന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഗുജറാത്തിലാണ്, മറക്കരുത്. അപ്പോൾ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് കച്ചാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കച്ച് ബയോസ്ഫിയർ റിസർവിന് ഇതുവരെ യുനെസ്കോയുടെ അംഗീകാരം അഥവാ റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് യുനെസ്കോ അംഗീകാരം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ യുനെസ്കോ അംഗീകാരം, ഇതിൽ ആദ്യം യുനെസ്കോ അംഗീകാരം അല്ലെങ്കിൽ റെക്കഗ്നീഷൻ കിട്ടിയത് നമ്മുടെ നീലഗിരിക്കാണ്. ഓക്കെ, നീലഗിരിക്കാണ്. ഏറ്റവും അവസാനം കിട്ടിയത് 13ാമതായിട്ട് 2025 കിട്ടിയത് നീലഗിരിക്ക് 1986 കിട്ടുന്നത്. ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത് കോൾഡ് ഡെസേർട്ടിനാണ്. കോൾഡ് ഡെസേർട്ടിന് ഈ വർഷമാണ് 2025 സെപ്റ്റംബർ 30 മറ്റോ ആണ്, ഒക്ടോബർ 1 30 തോന്നുന്നു, 30 മറ്റോ ആണ് ഇതിന് അംഗീകാരം കിട്ടിയത്. അപ്പോൾ ഏറ്റവും പുതിയ യുനെസ്കോ അംഗീകാരം ലഭിച്ച ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ആണ്. എവിടേത്? ഹിമാചൽ പ്രദേശ്. നീലഗിരി കേരളം, തമിഴ്നാട്, കർണാടക, നമ്മുടെ വയനാടിന് അപ്പുറം ഇപ്പുറം ഒക്കെയുള്ള സ്ഥലം. വയനാട് കേരളം, അപ്പുറം നമുക്ക് കർണാടകയുടെ ബന്ദിപ്പൂരുണ്ട്, ഇപ്പുറം തമിഴ്നാടിന്റെ കിഴക്കുഭാഗം, തമിഴ്നാടിന്റെ ഊട്ടി പോലുള്ള മുതുമലൈ പോലുള്ള ഭാഗങ്ങളിലെ ഇതൊക്കെ നീലഗിരിയാണ്. അപ്പോൾ 3 ജില്ലകളിലായിട്ടാണ് കേരളം, തമിഴ്നാട്, കർണാടക, കോൾഡ് ഡെസേർട്ട് ഹിമാചൽ പ്രദേശിലായിട്ടാണ് വരുന്നത് ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ ക്ലിയർ അല്ലേ? ഈവൻ കേരളത്തിൽ 10ാമതായിട്ട് യുനെസ്കോ അംഗീകാരം കിട്ടിയ ഒരു സ്ഥലം കൂടി കേരളത്തിൽ കാണാൻ പറ്റും, അതാണ് അഗസ്ത്യമല. ഓക്കെ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടിലും കേരളത്തിലും കൂടെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 10ാമതായിട്ട് യുനെസ്കോ അംഗീകാരം ലഭിച്ച ബയോസ്ഫിയർ റിസർവ്. അപ്പൊ ഇങ്ങനെ 13 ബയോസ്ഫിയർ റിസർവിനാണ് അംഗീകാരം ലഭിച്ചത്. അപ്പോൾ ഈ 18 ആർക്കൊക്കെ ലഭിച്ചു എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ യൂസ് ചെയ്യാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച എല്ലാ ബയോസ്ഫിയർ റിസർവും ഞാൻ ഒരു റൗണ്ട് ചെയ്തു വെക്കാം. ആദ്യം ലഭിച്ച നീലഗിരി അല്ലെ, യുനെസ്കോ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ അഗസ്ത്യമലൈ, അതിനും ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാടിലെ ഗൾഫ് ഓഫ് മാന്നാറിനും ലഭിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് നിക്കോബാറിനും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആന്ധ്രയിലെ ശേഷാചലത്തിന് കിട്ടിയിട്ടില്ല, കച്ചിന് കിട്ടിയിട്ടില്ല. മധ്യപ്രദേശിലെ 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. പച്മരി 12ാമതായിട്ട് കിട്ടിയത് പന്നയായിരുന്നു. ഏറ്റവും പുതിയതായിട്ട് കിട്ടിയത് പന്നയ്ക്കായിരുന്നു 2020. പക്ഷെ ഇപ്പം അത് മാറി 25 നമ്മുടെ കോൾഡ് ഡെസേർട്ട് കിട്ടിയതോടുകൂടി ഇത് മാറി. അതുപോലെ നന്ദാദേവിയും
യുനെസ്കോ അംഗീകാരം ലഭിച്ചതാണ്. മധ്യപ്രദേശിലെ 3 എണ്ണവും. ഓക്കെ, പിന്നെ ഒഡീഷയിലെ സിംലിപാലും അതുപോലെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസും അതുപോലെ നോക്രിക്കിനും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കാഞ്ചൻജംഗയ്ക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 13 എണ്ണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇല്ലാത്തത് പഠിക്കുന്നതാണ് എളുപ്പം. കച്ചിനില്ല, നമ്മുടെ ശേഷാചലത്തിനില്ല, ദിഹാങ് ദിബാങ്ങിനില്ല, ദിബ്രുസൈക്കോവയ്ക്കില്ല, മാനസിനില്ല. അപ്പോൾ 18ൽ 5 പേർക്ക് ഇല്ലാത്തത് പഠിക്കുന്നതാണ് നല്ലത്, 13 എണ്ണം പഠിക്കുന്നതിനേക്കാളും എളുപ്പം. സോ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ ബയോസ്ഫിയർ റിസർവ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലായില്ലേ? മനുഷ്യനെയും, അതായത് ഇവിടെയുള്ള ഗോത്ര വിഭാഗക്കാർ, നമ്മൾ ഏത് ബയോസ്ഫിയർ റിസർവ് എടുത്തു കഴിഞ്ഞാലും അവിടെ എന്താണ്, കുറച്ച് ഗോത്ര വിഭാഗക്കാർ, അവർക്ക് ഒരുപാട് സംസ്കാരവും ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരെ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നീലഗിരി എടുത്തു കഴിഞ്ഞാൽ തോഡ ട്രൈബ്സ്, വയനാടിലെ കുറിച്യ ട്രൈബ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അഗസ്ത്യമല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ കാണി ട്രൈബ്സ് ഒക്കെ എക്സാമ്പിളാണ്. അപ്പോൾ എവിടെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ട്രൈബ്സുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടാവും, അവർക്ക് പ്രത്യേക സംസ്കാരവും ട്രഡീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യുനെസ്കോ ബയോസ്ഫിയർ റിസർവ്. ഇപ്പം എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്നൊരു ക്ലാരിറ്റി കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മുടെ സൈലത്തിലെ ക്ലാസ്സുകളൊക്കെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരോട് പറയുന്നതാണ്, ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ. ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29 അല്ലേ നമ്മുടെ ലാസ്റ്റ് ബയോസ്ഫിയർ റിസർവ് വന്ന ആ ഒരു സമയം, 29-30 ആ സമയത്തായിട്ട് നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസ് പുതിയ ഒരു 3 കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1 കോഴ്സിന് വരുന്നത് 1499 രൂപയാണ്. അതുപോലെ കേട്ടറ്റ് K2 വരുന്നത് 1999 രൂപയാണ്. K3 വരുന്ന ഒരു തുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസിനൊക്കെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. സൈലത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ഇത് ക്ലാസ് എടുക്കുന്നത്. പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ലൈവും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എക്സാം വരെ ഈ കോഴ്സ് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാവുന്നതുമാണ്. 2499 രൂപയാണ് കേട്ടറ്റ് 3 ക്ലാസിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞൊരു പ്രൈസിൽ ഇത്രയും ക്വാളിറ്റിയോടുകൂടി ക്ലാസ് തരുന്നത് പൊതുവെ നമ്മുടെ സൈലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും, ലൈവ് ഉണ്ടാവും. ഇപ്പോൾ ലൈവ് കാണാൻ പറ്റാത്തവർ, കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ച് ആണെങ്കിലും ലൈവ് പറ്റാത്തവർക്ക് ദേ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിൻ്റെ ലൈവ് അവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഈ റെക്കോർഡഡ് ക്ലാസ് രാത്രിയോ പകലോ എന്നില്ലാതെ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ അല്ലേ 9951000800 എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാവുന്നവർക്ക് ഇതുമായിട്ട് സൈലുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കാണാം. ഇതുപോലെ ടോപ്പിക്സുകളുമായിട്ട് ഞാനും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ഓൾ ഓഫ് യു.